ആൾട്ടോ കേട്ടൻ സ്ലോ സ്പീഡിൽ കിടക്കുമ്പോൾ എഞ്ചിന് കുറച്ച് വൈബ്രേഷൻ കൂടുതലാണ്. എഞ്ചിൻ്റെ വൈബ്രേഷൻ്റെ ഒപ്പം തന്നെ ബോഡിക്കും ചെറുതായിട്ട് വൈബ്രേഷൻ ഉണ്ട്. അപ്പോൾ കസ്റ്റമർ അങ്ങനെ ഒരു കംപ്ലയിൻ്റ് ആയിട്ടാണ് വന്നത്. അപ്പോൾ കസ്റ്റമർ ഫ്രണ്ട് റൈറ്റ് സൈഡ് മൗണ്ടിങ് ഓൾറെഡി മാറി. കസ്റ്റമർ വേറെ വർക്ക്ഷോപ്പിൽ ഈ മൗണ്ടിങ് മാറി. അപ്പോൾ കസ്റ്റമർ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു അടിയിലുള്ള മൗണ്ടിങ് ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അയച്ചു നോക്കിയപ്പോൾ അത് പൂർണ്ണമായും പൊട്ടിപ്പോയി. ഞാൻ തന്നെ ഒരു 2-3 വണ്ടികൾക്ക് ഇങ്ങനെ മാറി വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ഈ 3 സിലിണ്ടർ വണ്ടികൾക്ക് കുറച്ച് വൈബ്രേഷൻ കൂടുതലുണ്ടാവും. 4 സിലിണ്ടർ ആകുമ്പോൾ അത്ര വൈബ്രേഷൻ ഉണ്ടാവില്ല. പിന്നെ മൗണ്ടിങ് കംപ്ലയിൻ്റ് ഉണ്ടോയെന്ന് കസ്റ്റമർക്ക് തന്നെ സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അയച്ചു നോക്കിയപ്പോൾ മൗണ്ടിങ് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. പുതിയൊരു മൗണ്ടിങ് നമ്മൾ വേറെ ഒരെണ്ണം മേടിച്ച് കയറ്റി പിടിപ്പിച്ചു. അപ്പോൾ അതോടുകൂടി തന്നെ ആ വൈബ്രേഷൻ ഒരുമാതിരി കുറഞ്ഞു കേട്ടോ. പിന്നെ ഈ വണ്ടിക്ക് ത്രോട്ടിൽ ബോഡിക്ക് ഒരു ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് സോൾവ് ചെയ്യാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ പുതിയൊരു മൗണ്ടിങ് ഞാൻ കയറ്റി പിടിപ്പിച്ചു. പിന്നെ ദീപാവലിയൊക്കെ അടുത്ത് വരികയാണ്. ഞാനിനി ഒരു 8-10 ദിവസത്തേക്ക് ഇവിടെ കേരളത്തിൽ ഉണ്ടാവില്ല. പിന്നെ അതുകൊണ്ട് തന്നെ കമൻറ്റിൽ വരുന്ന കുറേ പേര് നമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്പർ എനിക്ക് കൊടുക്കാനും പറ്റില്ല. പിന്നെ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കമൻറ്റിന് റീപ്ലൈ ചെയ്യാനായിട്ട് എനിക്കൊരു ചെറിയ ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ട്. കൂട്ടുകാരൊക്കെയാണ് സഹായിക്കുക. അപ്പോൾ കഴിഞ്ഞ 2 വീഡിയോയ്ക്കും കമൻറ്റിന് ഒരുപാട് കമൻറ്റ് വന്ന് കിടക്കണ്ടായിരുന്നു. അതിനൊന്നും ഇന്നലെ ഞാൻ കൂട്ടുകാരനെ വിളിച്ചിട്ട് റീപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. പുള്ളി ഇച്ചിരി തിരക്കിലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കമൻറ്റിനൊന്ന് റീപ്ലൈ ചെയ്യാണ്ടിരുന്നത്. പിന്നെ ഞാൻ ദീപാവലിക്ക് വീട്ടിൽ പോയിട്ട് വരും. പിന്നെ ഈ മെക്കാനിക്കൽ വീഡിയോയിൽ ഇടൽ കുറവായിരിക്കും കേട്ടോ. ഓക്കെ, എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ ആ ഇഷ്ടം കൊണ്ട് തന്നെ എൻ്റെ ചാനൽ പെട്ടെന്ന് തന്നെ വലിയ കുഴപ്പമില്ലാതെ ഒരു റീച്ചിലേക്ക് എത്തിയായിരുന്നു. ഫേസ്ബുക്കിലാണ് ഏറ്റവും കൂടുതൽ റീച്ചിലേക്ക് എത്തിച്ചേക്കുന്നത്. അപ്പോൾ എൻ്റെ ഫേസ്ബുക്കിലുള്ള എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരു താങ്ക്സ് ഉണ്ട്. പിന്നെ നിങ്ങൾ പല സംശയങ്ങളും ചോദിച്ച് എനിക്ക് മെസ്സഞ്ചറിൽ മെസ്സേജ് അയക്കാറുണ്ട്. പിന്നെ ഈ വർക്കിൻ്റെ ഇടയ്ക്ക് മെസ്സഞ്ചർ എനിക്ക് നോക്കാൻ പറ്റാറില്ല. കണ്ടവാണം മെസ്സേജ് കിടക്കുന്നതുകൊണ്ട് എനിക്കതൊന്നും സോൾവ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ എന്നെ സഹായിക്കുന്നുണ്ടെങ്കിലും എനിക്ക് തിരിച്ച് അങ്ങോട്ടേക്ക് ഒരു സഹായം ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ അതുകൊണ്ട് നമ്പറിൽ കൂടെ പരമാവധി എല്ലാവരും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ എനിക്കറിയാവുന്നതൊക്കെ ഞാൻ റീപ്ലൈ തരാറുണ്ട്. പിന്നെ അതേമാതിരി ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒരുപാട് സുഹൃത്തുക്കൾ മെസ്സേജ് അയക്കാറുണ്ട്. പക്ഷേ എനിക്ക് ഈ സമയക്കുറവ് കൊണ്ട് ഒരുപാട് പെൻഡിങ് ആണ്. ഞാനിപ്പോൾ ലീവിന് വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു 8-10 ദിവസം എനിക്ക് പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നും ഉണ്ടാവില്ല. കുറച്ച് ദിവസങ്ങളൊക്കെ ഞാൻ ഫ്രീ ആയിരിക്കും. ആ സമയം കൊണ്ട് ഞാൻ പറ്റുന്നിടത്തോളം നിങ്ങൾക്ക് റീപ്ലൈ ചെയ്യാം. അപ്പോൾ എനിക്ക് വർക്കിന് പോകേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ ഈ വർക്കും കൂടി ഉള്ളതുകൊണ്ട് രണ്ടും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വലിയൊരു താങ്ക്സ് ഉണ്ട് കേട്ടോ. ഓക്കെ.